ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു അലട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ് അത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ലഭിക്കുകയും അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് നിരാശ തോന്നാറുണ്ട് അല്ലേ? സോ അത് വരാത്തതായിട്ട് ആൾക്കാർ ആരുമില്ല തന്നെ. അപ്പം നമ്മൾ ഇതെന്താണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ ഒരു വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാറായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു അഡ്മിഷൻ ആയിരിക്കാം. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ആക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ അത് നമുക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ നമുക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ അത് കിട്ടുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്: എന്തുകൊണ്ട് എനിക്ക് വന്നില്ല എന്നൊരു ചോദ്യം വരാറുണ്ട്. അത് തെറ്റായ ചോദ്യമല്ല. എന്നാൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഇങ്ങനൊരു കാര്യം കിട്ടുകയാണെങ്കിൽ അവിടെ സത്യത്തിൽ നടക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് അത്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. യഥാർത്ഥത്തിൽ നമ്മളിതിനെ പറയുന്നത് വൈബ്രേഷണൽ പ്രോക്സിമിറ്റി എന്നാണ്. നിങ്ങൾ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു കാര്യം വളരെയധികം ആഗ്രഹിക്കുകയും ആ ആഗ്രഹം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പരിസരത്ത് എത്തിക്കഴിഞ്ഞു, എന്നാൽ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ല. അതാണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് FM ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ചാനൽ ട്യൂൺ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ട്യൂൺ ചെയ്ത് വയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കത് ആ ഒരു ട്യൂൺ അല്ലെങ്കിൽ ആ ഒരു ചാനൽ കിട്ടുന്നതിന് മുമ്പായിട്ട് നമുക്കെന്തില്ല, കുറേ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷേ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. കുറേ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ സംഭവം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സുഹൃത്തിന് ഇത് ലഭിച്ചു എന്നതും. ആ ആഗ്രഹം നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, ഇതാ നീ ചോദിച്ച കാര്യം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണയായിട്ട് എല്ലാവർക്കും അസൂയയും എന്താണ് സങ്കടവും കുശുമ്പും ഒക്കെ ഉള്ളവരാണ്. ഇത് കാരണം നമ്മുടെ പോസിറ്റീവ് എനർജി താഴോട്ട് പോകും. അങ്ങനെ പോസിറ്റീവ് എനർജി താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള സംഭവങ്ങൾ കിട്ടില്ല. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ നമ്മൾ ആഘോഷിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും, ആഘോഷിക്കാനോ? യെസ്. അതായത് സുഹൃത്തിൻ്റെ വിജയത്തിലോ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ വിജയത്തിലൊക്കെ ആത്മാർത്ഥമായി സന്തോഷമായി ആഘോഷിക്കുക. അവന് അല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്കും സാധ്യമാണ് എന്ന് ഉറച്ച വിശ്വാസത്തോടെ അത് ആഘോഷിക്കുക. അവരുമായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ആഘോഷിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമതായിട്ട് നന്ദി പറയുക. കാരണം വെച്ചാൽ എൻ്റെ ആഗ്രഹം അടുത്തെത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പ്രപഞ്ചത്തിനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോടൊക്കെ നിങ്ങൾ നന്ദി പറയുക. മൂന്നാമതായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. വാതിലിൽ ആരോ മുട്ടുന്നത് പോലെയാണ് ഈ ആവേശം നിലനിർത്തുക എന്നത്. നമ്മൾ വിചാരിക്കും കിട്ടും 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 എന്നുള്ളത് പോലെ അത് കിട്ടിയത് കഴിഞ്ഞു അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ആ പ്രതീക്ഷയോട് കൂടി നിങ്ങൾ കാത്തിരിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് കിട്ടുന്ന അതേ കാര്യം നിങ്ങൾക്കും കിട്ടും. കാരണം എന്തുകൊണ്ട്, നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞതാണ്. സുഹൃത്തുക്കൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റൊരാളുടെ വിജയം കാണുന്നത് നിങ്ങൾ തോറ്റത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ജയിക്കാൻ പോകുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് വെക്കുക. കാരണം നിങ്ങളുടേതാണ് അടുത്ത ടേൺ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. ഹലോ മൈ